ഡയബറ്റീസും ഇൻസുലിനും പാർട്ട് 3ലേക്ക് സ്വാഗതം. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയബറ്റീസും ഇൻസുലിനും അതിൻ്റേതായ കോമോർബിഡിറ്റീസ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, പിന്നെ ജീവിതശൈലിക്ക് ആ ഡയബറ്റീസിലും ഇൻസുലിൻ്റെയും കാര്യത്തിൽ ഉള്ള പ്രസക്തിയും ആണ്. ഇതിലത്തെ ആദ്യത്തെ ചോദ്യം, ഈ ടൈപ്പ് 2 ഡയബറ്റീസ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ പലപ്പോഴും കേൾക്കുന്നത് ഈ ടൈപ്പ് 2 ഡയബറ്റീസ് നമ്മൾ അറിയുമ്പോൾ തന്നെ വേറെ അതിൻ്റെ കൂടെ തന്നെ പല അസുഖങ്ങളും മിക്കവാറും കാണും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓർഗൻസ് ഓൾറെഡി എഫക്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. എന്താണ് യുവർ എക്സ്പീരിയൻസ്? ഒരാൾ ഹെൽത്ത് ചെക്കപ്പ് വഴി കണ്ടെത്തുമ്പോൾ ചിലപ്പോൾ നേരത്തെ കണ്ടെത്തിയെന്നിരിക്കും. പക്ഷെ ഒരു രോഗമായിട്ട് ഡയബറ്റീസിന്റെ ടിപ്പിക്കൽ രോഗം പോളിയൂറിയ, പോളിഡിപ്സിയ, അതായത് എപ്പോഴും വിശക്കുക, വെള്ളം കുടിക്കുക, മൂത്രമൊഴിക്കുക, എപ്പോഴും ആ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പം അൺകൺട്രോൾഡ് ഡയബറ്റീസ് ആയി ഒരു ഷുഗർ ലെവലൊക്കെ ഒരു 300-400 ഒക്കെ എത്തുമ്പോഴാണ് ആ നിലയിലേക്ക് വരുന്നത്. അതൊക്കെ ഇപ്പോൾ അങ്ങനെയുള്ള ഡയബറ്റീസ് പേഷ്യൻ്റ് ടൈപ്പ് 1 അല്ല, ടൈപ്പ് 2 ആണെങ്കിൽ ടൈപ്പ് 1 ചിലപ്പോൾ ഫാസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ആ നിലയിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ ഒരു 6 മാസം കൊണ്ടൊക്കെ ടൈപ്പ് 1. അത് പക്ഷെ പിള്ളേരിൽ വരുന്നത്. ഈ പ്രായമായവരിൽ വരുന്നത് വർഷങ്ങളായിട്ട് ഇങ്ങനെ 150ആയി, 200ആയി, 250ആയി, ഭക്ഷണത്തിന് ശേഷം 250ആയി, പിന്നെ ഫാസ്റ്റിങ്ങിൽ 250ആയി, അങ്ങനെ കൂടി വന്ന് കുറേ നാൾ കഴിഞ്ഞിട്ട് മാത്രമേ ഷുഗർ കൂടിയെന്നും പറഞ്ഞ് ആർക്കും അങ്ങനെ കുറച്ച് കൂടിയെന്നും പറഞ്ഞുകൊണ്ടൊന്നും ഒരു സിംറ്റം ഉണ്ടാവില്ല. അപ്പോൾ സിംറ്റമാറ്റിക് ആയപ്പോഴേക്കും ചിലപ്പോൾ പല ഓർഗൻസും ഇതുണ്ടായിട്ടുണ്ടാവും. അപ്പം നമ്മൾക്ക് രക്തക്കുഴലിലാണല്ലോ, ഈ രക്തത്തിലാണല്ലോ ഈ ഷുഗർ കൂടുന്നത്. അപ്പം നമ്മളുടെ ബോഡിയിൽ ഏകദേശം 60,000 മൈൽസ്, ഓൾമോസ്റ്റ് 1 lakh കിലോമീറ്റേഴ്സ് രക്തക്കുഴലുകളാണുള്ളത്. അതിലാണ് ഈ ബ്ലഡ് എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവിടുത്തെ അതിൻ്റെ ലൈനിങ്ങിനെയാണ് ഏറ്റവും ഡാമേജ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ടാണ് ഡയബറ്റീസ് എല്ലാ ഓർഗൻസിനെയും ബാധിക്കും എന്ന് പറയുന്നത്. ഡയബറ്റീസ് ഹാർട്ടിനെ ബാധിക്കാം, കിഡ്നിയെ ബാധിക്കാം, ലിവറിനെ ബാധിക്കാം, കണ്ണിനെ ബാധിക്കാം, ബ്രെയിനിനെ ബാധിക്കാം, എല്ലാത്തിലും. അപ്പം ഈവൻ ഡയബറ്റിക് പേഷ്യൻസിന് ഇറിറ്റബിൾ ആയിരിക്കും, ഡിപ്രഷൻ വരാം, സൈക്കോസിസ് വരാം, ഈവൻ ക്യാൻസർ വരാനുള്ള ചാൻസും ഡയബറ്റീസിന് ഇത്തിരി കൂടുതലാണ്. കാരണം ഇമ്മ്യൂണിറ്റിയെ ബാധിക്കും. ഇമ്മ്യൂണിറ്റിയും ഒരു സിസ്റ്റം ആണല്ലോ ബേസിക്കലി. ഈവൻ മറ്റു ഹോർമോൺ സിസ്റ്റത്തിനെയും ബാധിക്കും. കാരണം ഈ ഹോർമോൺസ് ഒക്കെ ഇന്ററാക്ട് ചെയ്താണ്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് മിക്കവാറും പേർക്കൊരു 10-20, ചിലപ്പം ആദ്യം വരുന്നത് തൈറോയിഡ് ആയിരിക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും ഡയബറ്റീസ് വരുന്നത്. അല്ലെങ്കിൽ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ഒരു 10-20 വർഷമാകുമ്പോൾ മിക്കവാറും പേർക്ക് തൈറോയിഡൈറ്റിസും ഹൈപ്പർതൈറോയിഡിസും ഒക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിനാണ് ക്യാൻസർ കൂടുതൽ വരുന്നത്. കാരണം ഇമ്മ്യൂണിറ്റിയാണ് അത് ബാധിക്കുന്നത്. ഇമ്മ്യൂണിറ്റിയുടെ ഫാഗോസൈറ്റോസിസ് നമ്മളുടെ ഡാമേജ് സെൽസിനെ, അല്ലെങ്കിൽ ക്യാൻസറസോ അങ്ങനെ ഡാമേജ് ആയിട്ടുള്ള സെൽസിനെ എടുത്ത് മാറ്റേണ്ട റെസ്പോൺസിബിലിറ്റി ഉള്ള സെൽസ് അതൊന്നും ഫങ്ഷൻ നടക്കാതെ വരും ഇൻസുലിൻ കൂടി നിൽക്കുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് ഡയബറ്റിക് പേഷ്യൻസിന് ഈ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കോംപ്ലിക്കേഷൻസ് കൂടുന്നത്, മുറിവുണ്ടായ വ്രണങ്ങൾ വന്നത് പഴുക്കാതെ ഇത് വരാതിരിക്കുന്നത്, പിന്നെ ക്യാൻസറിൻ്റെ പോസിബിലിറ്റി കൂടുന്നത്. ശരിക്കും ക്യാൻസർ പേഷ്യൻറ്റ് അവർ ഡയബറ്റിക് ആണെങ്കിൽ ഫസ്റ്റ് തിങ് നോക്കേണ്ടത് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാനാണ്. കാരണം ഇൻസുലിനൊക്കെ എടുക്കുമ്പോൾ വീണ്ടും അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഓർ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇൻസുലിൻ ഇല്ലാതെ അവരുടെ ഇൻസുലിൻ ലെവൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി നമ്മുടെ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മൾ ഈവൻ സ്റ്റേജ് 4 എല്ലാ ലെവലിലുള്ള ക്യാൻസർ പേഷ്യൻസിനും കൊടുക്കാറുണ്ട്. അതിൽ നമ്മൾ സ്പെഷ്യലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ HbA1c സാധാരണ ഒരു ഡയബറ്റിക് പേഷ്യൻസ് 5.5 അറൗണ്ട് നിർത്താനാണ്. പക്ഷേ ക്യാൻസർ പേഷ്യൻറ്റിനോട് തന്നെ അത് ആസ് മച്ച് ആസ് പോസിബിൾ HbA1c 5 താഴെ നിർത്തണമെന്നാണ്, അറ്റ്ലീസ്റ്റ് അറൗണ്ട് 5. അതുപോലെ ഇൻസുലിൻ ലെവലിൽ ലോ നോർമൽ ഒരു 3-4-5 നിർത്തണമെന്നാണ്. കാരണം ഇൻസുലിൻ ലെവൽ താഴെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ നാച്ചുറൽ ഫാഗോസൈറ്റോസിസും ഈ ക്യാൻസർ ഗ്രോത്തിൻ്റെ ചാൻസസ് കുറയും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ക്യാൻസർ സെല്ലിന് വളരണമെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് വേണം. ഗ്ലൂക്കോസിൻ്റെ ലെവൽ ശരിക്കും ബിലോ 100 നിർത്തണമെന്ന്. സാധാരണ ഡയബറ്റിക് പേഷ്യൻറ്റിന് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 140 വരാമെന്നാണ്.
അപ്പം ക്യാൻസർ പേഷ്യൻസിനാണ് നമ്മൾ എപ്പോഴും ഷുഗർ ലെവല് ഒരു 70 to 100 നിർത്തണമെന്നാണ് പറയുന്നത്. അങ്ങനെ നിർത്താൻ പറ്റുന്ന പേഷ്യൻസിന് വളരെ ഇഫക്റ്റീവായിട്ട്, അതായത് നമുക്ക് ഫോളോ അപ്പ് ചെയ്യുന്നതാണെങ്കിൽ ട്യൂമർ മാർക്കേഴ്സ് ആണ്. അപ്പം നമുക്ക് ഡയബറ്റിക് പേഷ്യൻ്റ് ഏറ്റവും വരാവുന്ന എല്ലാ ക്യാൻസറും വരാം. പാൻക്രിയാറ്റിക് ക്യാൻസറിനാണെങ്കിൽ അതിന് ട്യൂമർ മാർക്കർ ഉണ്ട്, CA19.1. അപ്പം ഈ CA19.1 കുറയുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇപ്പം ഈ ഷുഗർ കുറച്ച്, ഇൻസുലിൻ ലെവലും കുറച്ച്, CA19.9 കുറയും. അതിൻ്റെ അർത്ഥം ക്യാൻസർ സെല്ലിൻ്റെ ഗ്രോത്ത് കുറഞ്ഞു എന്നാണ്. പിന്നെ ഏറ്റവും നമ്മൾ കൂടുതൽ കാണുന്ന കോളൻ ക്യാൻസറാണ്. അതിന് ട്യൂമർ മാർക്കർ ഉണ്ട്, CA. അപ്പം കോളൻ ക്യാൻസറിനുള്ള പേഷ്യൻ്റ് നമ്മൾ ഈ ഡയറ്റ് നോക്കി ലോ കാർബ് ഡയറ്റ് എടുത്ത് ഇൻസുലിൻ ലെവലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസുലിൻ ഇഞ്ചക്ഷനൊക്കെ നിർത്തിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പം നാച്ചുറലി ഈ CA കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ കോളൻ ക്യാൻസർ അങ്ങനെ മിക്കവാറും ഇപ്പം എല്ലാ ക്യാൻസറിനും തന്നെ നമുക്ക് മാർക്കേഴ്സ് ഉണ്ട്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ PSA ഉണ്ട്, അതുപോലെ ഓവറിയൻ ക്യാൻസർ, അതുപോലെ യൂട്രൈൻ ക്യാൻസർ, ഓവറിയൻ ഫീമെയിൽ ഓറിയന്റഡ് ക്യാൻസേഴ്സിന് CA125 ഉണ്ട്. അപ്പം ഈ ക്യാൻസർ മാർക്കേഴ്സിനെ വെച്ച് തന്നെ നമുക്കറിയാം അവരുടെ അസുഖം കുറയുന്നുണ്ടോ, കൺട്രോൾ ആകുന്നുണ്ടോ എന്ന്. പേഷ്യൻ്റ് ലോ കാർബ് ഡയറ്റ് എടുക്കാൻ വില്ലിങ്ങാണ്, എക്സസൈസും ചെയ്ത് വെയിറ്റും കുറയ്ക്കുകയാണ്, ഇൻസുലിൻ ലെവലും കൂടെ കുറയ്ക്കുകയാണെങ്കിൽ അത് മതി ഒരു ക്യാൻസറിന് പോലും ട്രീറ്റ്മെൻറ്റ്. അപ്പം നാച്ചുറലി ഡയബറ്റീസ് അവിടെ ക്ലിയർ ആയി, പിന്നെ ക്യാൻസറും കൂടെ ക്ലിയർ ആകാനും. പിന്നെ ഈ ഇൻസുലിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് പ്രഷർ കൂട്ടും. ഇൻസുലിൻ കൂടിയാൽ പ്രഷർ കൂടും, കാരണം അത് സോഡിയം റിട്ടൻഷൻ ഉണ്ടാക്കും. സോഡിയം കുറയ്ക്കണം, ഉപ്പിൻ്റെ അളവ് കുറയ്ക്കണം എന്നാണല്ലോ പ്രഷറുള്ള പേഷ്യൻറ്റിനോടെല്ലാം നമ്മൾ പറയുന്നത്. അപ്പോൾ ഡയബറ്റീസിൻ്റെ ഒരു പ്രത്യേകത, ഇൻസുലിൻ്റെ ഒരു പ്രത്യേകതയാണ് സോഡിയം നമ്മുടെ ബോഡിയിൽ കെട്ടി നിൽക്കാനായിട്ടാണ്. അതായത് നമ്മുടെ കിഡ്നിയിൽ നിന്ന് സോഡിയം പോകുന്നതിനെ അത് പ്രിവെൻറ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഡയബറ്റീസ് വന്ന പേഷ്യൻ്റ് ഡയബറ്റീസിന് മരുന്ന് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ വിതിൻ ഫ്യൂ മന്ത്സ് ഓർ ഇയേഴ്സ് അവർ പ്രഷർ കൂടി തുടങ്ങും. പിന്നെ പ്രഷറിനും കൂടെ മരുന്നെടുക്കേണ്ടി വരും. അപ്പം ഇതെല്ലാം ഒന്നിനെ കണക്ട് ചെയ്താണ് കിടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബോഡി ഇൻഡിപെൻഡൻ്റ്ലി അല്ല വർക്ക് ചെയ്യുന്നത്. ഇവരെല്ലാം കൂടെ ഒരു ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ്. അല്ലാതെ പാൻക്രിയാസ് സ്വന്തം നിലയിലും ലിവർ വേറൊരു നിലയിലും കിഡ്നി വേറൊരു നിലയിലും അല്ല. ഇവരെല്ലാവരും കൂടെ കൂടിയാണ് നമ്മളുടെ ബോഡിയിലെ എല്ലാ മെക്കാനിസംസും നോർമലാക്കി നിർത്താൻ ശ്രമിക്കുന്നത്. ഒരാൾക്ക് രോഗം വന്നാൽ അത് നാച്ചുറലി മറ്റുള്ളവർക്കും അഫക്റ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ഈ ഡയബറ്റീസിനെ പറ്റി പറയുമ്പോഴും ഇൻസുലിനെ പറ്റി പറയുമ്പോഴും സാധാരണഗതിയിൽ ഈ ഹാർട്ട് അല്ലെങ്കിൽ കാർഡിയാക് പ്രോബ്ലം ഉള്ള ഹാർട്ട് ഡിസീസ്, അങ്ങനത്തെ അസോസിയേറ്റഡ് കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ് ഉള്ളവർ ഡയബറ്റീസ് കാരണം അത് ഈ ഹാർട്ടിനെ അത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യും എന്ന് പറയുന്നു. അപ്പം ശരിക്കും ഈ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് ഇപ്പം ഇൻസുലിനോ എന്തൊക്കെ രീതിയിലാണ് അവരുടെ ഈ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുക? പ്രത്യേകിച്ചും ഈ ഇൻസുലിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഇൻസുലിൻ്റെ കാര്യത്തിൽ ഇൻഫ്ലമേഷൻ ഇൻസുലിൻ കൂട്ടുമെന്നും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പം അത് ഈ ഹാർട്ടിനെ ബാധിക്കുമെന്നും ജനറലി നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കുമെന്നൊക്കെ പറയുന്നു. അപ്പം എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുക? കൺവെൻഷണൽ, അതായത് നമ്മൾ ഇപ്പോഴത്തെ ജനറൽ പബ്ലിക് ഇന്ത്യയിലും കേരളത്തിലും ഇന്ത്യയിലും ലോകത്താകമാനം ചെയ്യുന്നത് ഇൻസുലിൻ കൊടുക്കുക, കൊളസ്ട്രോളിന് മരുന്ന് കൊടുക്കുക, ഡയബറ്റീസിൻ്റെ മറ്റു ഗുളികകൾ കൊടുക്കുക, പ്രഷറുണ്ടെങ്കിൽ പ്രഷറിന് മരുന്ന് കൊടുക്കുക, ഷുഗറുണ്ടെങ്കിൽ ഇൻസുലിന് മരുന്ന് കൊടുക്കുക, കൊളസ്ട്രോളിനുണ്ടെങ്കിൽ കൊളസ്ട്രോളിന്, പിന്നെ ഹാർട്ടിന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 1-2 ബ്ലഡ് തിന്നേഴ്സ്, ബ്ലഡ് കട്ടയാൻ. ഇതെല്ലാം ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് ആണ്. എല്ലാം നമ്മുടെ ഇൻഫ്ലമേഷനെ കുറയ്ക്കാനായിട്ടാണ്. പക്ഷെ ഇൻഫ്ലമേഷൻ എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ടോക്സിൻസ് കാരണം. ടോക്സിൻസ് എന്താ? ഈ ഗ്ലൂക്കോസും നമ്മുടെ ബോഡിയിൽ എന്ത് ആവശ്യത്തിൽ കൂടുതലുണ്ടോ അതെല്ലാം ഇൻഫ്ലമേറ്ററിയാണ്. ഇൻസുലിൻ നമ്മൾ ഇഞ്ചക്ഷൻ നമ്മളുടെ അടുത്ത് ടൈപ്പ് 1 ഡയബറ്റീസിന് ഇൻസുലിൻ കുറവാണെങ്കിൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് തെറ്റില്ല. പക്ഷെ കൂടുതലുള്ള ആൾക്ക് വീണ്ടും ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പം അത് ടോക്സിൻസ് ആകണം. ഷുഗർ കൂടി നിൽക്കുന്ന ഒരാൾ ചോറെടുത്തും ചപ്പാത്തിയും ചോറും കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഷുഗർ കൂടും. എല്ലാവർക്കും അറിയാമല്ലോ. ചോറോ ചപ്പാത്തിയോ കഴിച്ചിട്ട് 1 hour കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ഷുഗർ ഷൂട്ടപ്പ് ചെയ്ത് പോകും. അത് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻസുലിൻ എടുക്കുന്നത്. നമുക്ക് വേറൊന്നും വേണ്ട, നമ്മൾ ലോജിക്കലി ഒന്ന് തിങ്ക് ചെയ്താൽ മതി.
എന്തിനാ നമ്മൾ ഈ ഇതെടുക്കുന്നത്, വാട്ട് ഈസ് ദ പർപ്പസ് എന്ന് എല്ലാ പേഷ്യൻസും മനസ്സിലാക്കണം. ഇൻസുലിൻ്റെ ഡയബറ്റിക് പേഷ്യൻ്റ് ആണോ അല്ലെങ്കിൽ കുടുംബത്തിൽ ഡയബറ്റീസ് ഉണ്ടോ, അതിൻ്റെ റോൾ ഓഫ് ഇൻസുലിൻ മനസ്സിലാക്കുക, ഭക്ഷണവും ഫുഡുമായിട്ട് എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നതെന്ന് നോക്കുക. നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. ശരിക്കും അച്ഛനും അമ്മയും ഡയബറ്റിക് ആയിട്ടുള്ളത് നമുക്ക് അങ്ങനെ കാണാറുണ്ട്. അച്ഛനും അമ്മയും ഡയബറ്റിക്കാണ്, 10-20 വർഷമായിട്ട് ഇൻസുലിനും ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റാണ്. അവർക്ക് വിതിൻ 24 hours നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാം. ഇപ്പം ഞാൻ ഓർക്കുന്നൊരു 27-26 year old ബോയിയാണ്. അയാൾക്ക് 17-ാം വയസ്സിൽ ഇൻസുലിൻ, അപ്പോൾ 10 വർഷമായി ഇൻസുലിൻ എടുത്തോണ്ട്, 27 വയസ്സേ ഉള്ളൂ, അതിന് മുമ്പ് 10-12 വർഷമായി ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക. അച്ഛൻ കുട്ടിക്ക് കഴിഞ്ഞ് 10-17 വയസ്സെങ്ങാണ്ടുള്ള സമയത്ത്, അതായത് ഇനി ഡയബറ്റീസ് വരുന്ന ആ കാലഘട്ടത്തിലാണ് അച്ഛൻ ഡയബറ്റീസ് വന്ന് റീനൽ ഫെയിലിയർ ആയിട്ട് മരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനുള്ള ആളാണ്. ഇവന് ഇപ്പം പ്രോബ്ലം എന്തെന്ന് 27 വയസ്സായപ്പോഴേക്കും അവൻ്റെ കിഡ്നിക്കും അഫക്ഷൻ തുടങ്ങി, ക്ഷീണമായി, ആർത്രൈറ്റിസ് പോലെ വന്ന് ആകെ ബുദ്ധിമുട്ടിലായി. ഈ ആള് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വന്ന് 24 hours, 24 അല്ല, ഈവനിങ് ആയാലും രാവിലെ മോർണിംഗ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ആയപ്പോഴേക്കും അയാളുടെ ഷുഗർ കൺട്രോളായി. ആൻഡ് സർപ്രൈസിംഗ്ലി അവർ 3 മാസം ആയപ്പോഴേക്കും അയാളുടെ HbA1c 4.6 ആയി. അത് വരുമ്പോൾ എന്തോ 9 or 10 or 12 whatever, ഐ ഡോണ്ട് റിമെമ്പർ. 4 നേരം ഇൻസുലിനും ഇതെല്ലാം എടുത്തിട്ടും ഷുഗർ ഇത്രയും കൺട്രോൾ ആയിരുന്ന ആള് പക്ഷെ ആ ടൈമിൽ എന്തോ 12-15 കിലോ ഈ സമയത്ത് കുറയ്ക്കുകയും കൂടെ ചെയ്തു. പിന്നെ ടോട്ടലി അവർ ഒന്ന് ആലോചിച്ച് നോക്കിക്ക്, ഷുഗറുമായിട്ട് 4 നേരം ഇൻസുലിൻ എടുത്ത് നടക്കുന്ന ഒരു 10-25 യങ് മാൻ അയാളുടെ ഡയബറ്റീസിൽ നിന്നും മാറി HbA1c ഒക്കെ ഇതിലേക്ക് വരുമ്പോൾ അത് ഇറ്റ്സ് ഓൾ ഹാപ്പൻസ് വിതിൻ 3 months, 90 days ഇതെല്ലാം പോസിബിൾ ആണ്. അതിന് മുമ്പ് തന്നെ വിതിൻ 24 hours യു ക്യാൻ നോ ദ റിസൾട്ട്. അപ്പം ഞാൻ ഇത് ബേസിക്കലി ഈ ഒരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ ചിന്തിച്ചത് തന്നെ ഡയബറ്റീസിന് ഈ മരുന്നൊന്നും എടുത്തിട്ട് ഒരു കാര്യമില്ല. 19 വർഷമായി, 75 വർഷത്തോളമായി നമ്മൾ ഈ മരുന്നുകൾ ഇൻസുലിൻ വന്നിട്ട് 100 years 1923 അപ്പോൾ 100 years കഴിഞ്ഞ് 102 years ആയി. പക്ഷെ അതുകൊണ്ട് ടൈപ്പ് 2 ഡയബറ്റീസിന് ആരുടെയും ടൈപ്പ് 2 ഡയബറ്റീസ് ഇൻസുലിൻ എടുത്തിട്ടോ ഗുളിക കഴിച്ചിട്ടോ മാറുന്നില്ല. പക്ഷെ എത്രയോ പേരുണ്ട് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തിട്ട് സെൽഫായിട്ട് മാറുന്നവർ തന്നെയുണ്ട്. പല പേഷ്യൻസും പറയാറുണ്ട്, 1 ഗുളികയും 2 ഗുളികയൊക്കെ കഴിച്ച് ഡയബറ്റീസ് മാത്രമുള്ളവർക്കാണെങ്കിൽ അവർ കാര്യം മനസ്സിലാക്കി ലോ കാലറി ഡയറ്റും എടുത്ത് എക്സസൈസും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെ കാണാം കുറഞ്ഞു വരുന്നത്. പക്ഷെ മൾട്ടിപ്പിൾ എടുക്കുന്നവർ അവരെ കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റാതെ വരും, ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എല്ലാവരും നേരെ ഇപ്പം ഡോക്ടർ പറഞ്ഞ് ഇൻസുലിൻ കൊള്ളൂല, പക്ഷെ നേരെ പോയി ഇൻസുലിൻ നിർത്തുക എന്നുള്ളതല്ല. അതിനെക്കുറിച്ച് പഠിക്കുക, ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഇപ്പം ഞാനീ പറയുന്നത് പോലെ എല്ലാവരും ഒന്നും ആക്സെപ്റ്റ് ചെയ്യല. കാരണം എനിക്കറിയാം മോഡേൺ മെഡിസിനിലെ ഡോക്ടേഴ്സും എൻ്റെ കൊളീഗ്സും എൻ്റെ ക്ലാസ്മേറ്റ്സും അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കും നമ്മളെല്ലാ CIMI മീറ്റിങ്ങിലും എല്ലാം കാണുന്നതാണ്. അപ്പോൾ മറ്റുള്ളവരെങ്ങനെയാണ്, മറ്റു പ്രൊഫഷണൽസ് എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അവിടെയും നമ്മൾ ഡോക്ടേഴ്സ് അവർക്ക് അവരവരുടെ ഫീൽഡ്, അവിടെയുള്ള ഡെവലപ്മെൻറ്റ് അതനുസരിച്ച് അവർ ചിന്തിക്കുകയുള്ളൂ. ഇവൻ ഡോക്ടർമാർ തന്നെ 4 നേരം ഇൻസുലിൻ എടുത്താണ് നടക്കുന്നത്. അപ്പം അവർ ചിന്തിക്കുന്ന അതാണ് കറക്റ്റ് എന്നാ. അവരൊരു ശരിയെന്ന് ചിന്തിക്കുന്നതാണ് അവർ പേഷ്യൻസിനും കൊടുക്കുന്നത്. അപ്പം അതിപ്പോൾ അവരെ തെറ്റ് പറയാൻ പറ്റില്ല. അവർക്ക് തന്നെ എടുക്കുന്നുണ്ട്, അവർ മറ്റുള്ളത്. അപ്പം നമ്മുടെ അറിവ് ഏത് നില നിൽക്കുന്നു എന്നനുസരിച്ചാണ്. അപ്പം പല പേഷ്യൻസിനും ഡോക്ടേഴ്സിൻ്റെയും അറിവിൻ്റെ ലെവലിൻ്റെ വ്യത്യാസങ്ങളാണ്. അപ്പം കറക്റ്റ് എന്താണെന്ന് ഇപ്പം നമുക്ക് എല്ലാം അവൈലബിൾ ആണല്ലോ. ഒരു ഫിംഗർ ടിപ്പ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ജസ്റ്റ് ചെക്ക് ചെയ്താൽ അറിയാം. ഹൈപ്പർ ഇൻസുലിനീമിയ, വാട്ട് ആർ ദ കോംപ്ലിക്കേഷൻ അടിച്ചാൽ വരും. ഈ മെറ്റബോളിക് സിൻഡ്രോം ഹാർട്ടിനെ അതിനെ എങ്ങനെ ബാധിക്കുന്നു, പിന്നെ കൊറോണറി ആർട്ടറി ഡിസീസ് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്, ഇതെല്ലാം വരും. ഈവൻ അൽഷീമേഴ്സ് ഡിസീസും ഡയബറ്റീസും അല്ലെങ്കിൽ ഇൻസുലിനുമായിട്ടുള്ള ബന്ധം എല്ലാം നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ. അപ്പം അത് സ്വയം മനസ്സിലാക്കിയെടുത്ത് എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കാൻ, അതിലേക്കാണ് നമ്മളെല്ലാവരും എത്തേണ്ടത്. നമ്മളുടെ ആരോഗ്യം നമ്മളുടെ കയ്യിലല്ല, അല്ലാതെ നമ്മുടെ ഡോക്ടറിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ കയ്യിലോ അല്ല. അവനവൻ്റെ ഹെൽത്ത് മാനേജ് ചെയ്യാനായിട്ട് പഠിക്കണം. ഇതുപോലെ തന്നെ ഒരു കോമോർബിഡിറ്റി എന്ന് പറയുന്നത് ഡയബറ്റീസ് ഉള്ള പലർക്കും
റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അതുപോലെ പല ടൈപ്പ് ആർത്രൈറ്റിസ് ഉണ്ടാവാം. അപ്പം കൂടുതലും കാണുന്നത് ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസും ഡയബറ്റീസും ഒരുമിച്ചുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാനായിട്ട് കുറേ കൂടെ ചാലഞ്ചിങ് ആണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു പേഷ്യൻ്റ് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു രോഗത്തിൻ്റെ ഒപ്പം വേറൊരും കൂടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടാണ്. ഡയബറ്റീസിൻ്റെ കൂടെ ഡെഫിനറ്റ്ലി പ്രഷർ വരും, കൊളസ്ട്രോൾ വരും, ഹാർട്ട് ഡിസീസ് വരും. അപ്പം പലരിലും കാണുന്ന വേറൊരു പ്രോബ്ലം ആർത്രൈറ്റിസ്. നമ്മുടെ ജോയിന്റിനെ, ഹാർട്ടിനെ ബാധിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ലിവറിനെ ഫാറ്റി ലിവർ എല്ലാവർക്കും തന്നെ ഉണ്ടാവും. കിഡ്നിയെ ബാധിക്കുന്ന പോലെ നമ്മുടെ ജോയിൻസിനെയും ബാധിക്കും. ജോയിൻസിനെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആയിട്ട് ബാധിക്കുമ്പം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, റുമറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ ട്രീറ്റ്മെന്റ് എല്ലാം ഇമ്മ്യൂണോസപ്രസൻസ് ആണ്. അപ്പം സ്റ്റീറോയിഡ്സ് പോലെയുള്ളതാണ്. അപ്പം വീണ്ടും അത് ഷുഗർ കൂട്ടും. അതെടുത്താൽ ഷുഗർ കൂടും. എടുത്തില്ലെങ്കിൽ വേദന കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത നിലയെത്തും. ഈവൻ സ്റ്റിഫ്നെസ്സും ഇതെല്ലാം. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അതാണല്ലോ, ജോയിന്റ് ഡിഫോമിറ്റീസ് വരും. പിന്നെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് മാത്രമല്ല, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരും. നീല് മുട്ടുവേദനയും മുട്ട് തേയ്മാനവും. കാരണം ഈ ഡയബറ്റിക് പേഷ്യൻസ്, ഈ മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്നവരെല്ലാം തന്നെ ഓവർ വെയിറ്റ് ആയിരിക്കും. അപ്പോൾ മുട്ടിനെ കൊണ്ട് അത് താങ്ങാനും പറ്റില്ല. ഈ ഷുഗർ എല്ലാം കൂടി ഡീജനറേഷൻ വരും. അതും ഒരു ആക്ച്വലി പണ്ടൊക്കെ അതിനെ ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ആയിട്ട് റുമറ്റോയിഡ് ആർത്രൈറ്റിസിനെ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പം നമ്മൾ മനസ്സിലാകുന്നത് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, മുട്ടിന്റെ നീണ്ട തേയ്മാനം ഒക്കെ പറയുന്നത് ഈ അതിന്റെ തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജിനെ ബാധിക്കുന്ന ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മുടെ ജോയിന്റിന്റെ കാർട്ടിലേജിനെ നശിപ്പിക്കുക. അതാണ് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ. ഈ സെയിം പ്രോബ്ലം ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പേഷ്യന്റിനെ കാണുന്ന ഫ്രോസൺ ഷോൾഡറാണ്. ഷോൾഡറിനെയും അത് ബാധിക്കുന്നു. അപ്പൊ ഷോൾഡറിൽ വരുമ്പോൾ എന്നാൽ കൈവെക്കാൻ പറ്റില്ല. പലർക്കും ഇവൻ മുടി ചെയ്താൽ കൈ ആക്കാൻ പറ്റാത്ത ലേഡീസിനെ നമ്മൾ കാണാറുണ്ട്. കാരണം മിക്കവാറും ലേഡീസിനൊക്കെ നോ ഹെയർ ആയിരിക്കുമല്ലോ. അപ്പം ശരിക്കും ജെൻസൊക്കെ ആണെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും ചെറിയ മുടിയാണ് മാനേജ് ചെയ്യും. അപ്പം ഈ ഷോൾഡർ പെയിൻ വന്നു കഴിഞ്ഞാൽ ഫ്രോസൺ ഷോൾഡർ വരുന്നത് വലിയ ഡിഫിക്കൽറ്റിയാണ്. അതാണ് ഒത്തിരി ഇതുള്ളത്. പിന്നെ അതൊരു ഡീജനറേറ്റീവ് ഡിസീസ് പോലെയാണ് അത് വരുന്നത്. അതായത് ഈ ഷുഗറും ഇൻസുലിനും ഒക്കെ കൂടി നമ്മളുടെ ജോയിൻസ് ഒക്കെ കാർട്ടിലേജും മറ്റേ ലിഗമെന്റ്സിനും ഒക്കെ ഡീജനറേഷൻ വരുന്നത്. പിന്നെ ഉള്ളത് മെയിൻലി സ്പൈനൽ ഡിസ്ക് ഡീജനറേഷനാണ്. അപ്പോൾ ഈ എല്ലാവരും മൂവ്മെന്റ്സും ഒക്കെ റെസ്ട്രിക്റ്റഡ് ആയി ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവും. അതായത് എല്ല് ദ്രവിക്കുന്ന പോലെയുള്ള ഓസ്റ്റിയോപോറോസിസ് വരും. അതുപോലെ മസിൽ വീക്കാവും, സാർക്കോപ്പീനിയ എന്ന് പറയും. പിന്നെ ഈ ഡിസ്കിന് ഡാമേജ് വന്ന് അത് ബൾജ് ചെയ്ത് വന്ന് അതാണല്ലോ ഈ ന്യൂറോപ്പതി, ഈ കാലയിലേക്കൊക്കെ റെഫേർഡ് പെയിനും ഒക്കെ വരുന്നത്. അതുപോലെ നെർവ്സിന് ഡാമേജ് വരും. ഡയബറ്റിക് പേഷ്യന്റിന് ഏറ്റവും വലിയൊരു വേറൊരു പ്രോബ്ലം നമുക്കെല്ലാം അറിയാം, ആംപ്യൂട്ടേഷൻ, കാല് മുറിച്ച് കളയേണ്ടവർ. അതൊക്കെയാണ് എല്ലാവരും ഏറ്റവും പേടിക്കുന്നത്. പഴയ കാലത്ത് അതൊക്കെ ആയിരുന്നു ഏറ്റവും പേടി. ഇപ്പോഴും അത് തന്നെയാണ് ഏറ്റവും പേടിയുള്ളത്. അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇൻഫെക്ഷൻ മാത്രമല്ല, ഈ രക്തക്കൊഴലുകളും ഡാമേജ് ആവുന്നു, നെർവ്സും ഡാമേജ് ആവുന്നു. നെർവ്സിന്റെ സെൻസേഷൻ പോകുമ്പം അവിടെ നമ്മളെ മുറിവൊക്കെ വന്ന് അവിടെ പഴുക്കാനുള്ള സാധ്യത മാത്രമല്ല, ഈ രക്തയോട്ടം അവിടുത്തെ ആ മൂവ്മെന്റ് എല്ലാ കാര്യങ്ങൾക്കും തകരാറാകുകയാണ് ചെയ്യുന്നത്. സ്കിന്നിന്റെ ഹെൽത്ത് പോവുകയാണ് ചെയ്യുന്നത്. ഈ ഡയബറ്റിസിൽ ന്യൂറോപ്പതി വന്ന് മസ്കുലോപ്പതി, രക്തക്കൊഴലുകൾക്കും ഡാമേജ് വന്നു കഴിയുമ്പം സ്കിൻ ഡാമേജ്ഡ് ആവും. അതാണ് പല പേഷ്യൻസിനും സ്കിന്നിന് കളർ വ്യത്യാസവും ചൊറിച്ചിലും കറുപ്പും ചൊറിഞ്ഞുപൊട്ട് ഇതൊക്കെ ഡയബറ്റിക് പേഷ്യൻസിനുണ്ടാകും. പ്രത്യേകിച്ച് അത് ഏറ്റവും കൂടുതൽ കാലിലായിരിക്കും. അപ്പം അത് ആ സ്കിന്ന് എന്ന് പറയും ഡെർമോപ്പതി എന്ന് പറയും, ഡയബറ്റിക് ഡെർമോപ്പതി. അപ്പം എല്ലാ സിസ്റ്റത്തിനെയും ബാധിക്കും. അപ്പം ഈ കാലിലൊക്കെ മുറിച്ച് കളയേണ്ട നിലയിലേക്ക് വരുന്നത് ഈ പഴുപ്പ് ഒന്നും അറിയാതെ പോകുന്നത് മാത്രമല്ല, അവിടുത്തെ സ്കിന്നിലും സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂം എല്ലാത്തിനും ഡാമേജ് ആവുകയാണ് ചെയ്യുന്നത്. സെൻസേഷൻ പോകുന്നു. അപ്പം നമ്മൾ അതാണ് മനസ്സിലാകുന്നത്. അപ്പം കണ്ണിൻ്റെ രക്തക്കൊഴലുകൾക്ക് വരുമ്പോഴാണല്ലോ റെറ്റിനോപ്പതി വന്ന് കാഴ്ച പോകുന്നത്. കിഡ്നിയുടെ രക്തക്കൊഴലുകളെ ബാധിച്ചു കഴിയുമ്പോഴാണ് കിഡ്നിയുടെ ഡാമേജ് വന്ന് നമ്മൾ റീനൽ ഫെയിലിയറിലേക്ക് പോകുന്നത്. ഹാർട്ടിൻ്റെ രക്തക്കൊഴലുകളെ ബാധിച്ചു കഴിയുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അപ്പം ഡയബറ്റിക് പേഷ്യൻസിന് സൈലന്റ് അറ്റാക്ക് വരാം. അതായത് ഈ ചെറിയ ചെറിയ രക്തക്കൊഴലുകളെ ബാധിക്കും. അപ്പം മേജർ രക്തക്കൊഴലുകളെ ബാധിക്കുമ്പോൾ മാത്രമേ ഒരു മേജർ രക്തക്കൊഴലുകൾ ഹാർട്ടിലേക്കുള്ളത് ബ്ലോക്ക് ആകുമ്പോഴേ നമുക്ക് വേദന വരുള്ളൂ. പെട്ടെന്നൊരു അറ്റാക്ക് പോലെ വരും. അന്ന് ഈ പെട്ടെന്ന് മരണത്തിലേക്ക് പോകുന്നത്
അറ്റാക്ക് വന്നിട്ട് പോകുന്നത് വലിയ രക്തക്കൊഴലുകളെ ബാധിക്കുമ്പോഴാണ്. പക്ഷെ ഈ ചെറിയ ചെറിയ രക്തക്കൊഴലുകളെ ബാധിക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയല്ല, അറ്റാക്ക് ഒന്നും വന്നിട്ട് അറിയുന്നുണ്ടാവില്ല. പിന്നെ ഇവർക്ക് ഓട്ടോണോമിക് ന്യൂറോപ്പതിയും കൂടെ വരും. ഈ ഹാർട്ടിന്റെ വേദന അറിയാൻ തിരിക്കുകയും കൂടെ ചെയ്യുമല്ലോ. അപ്പം അതാണല്ലോ, കാലിന്റെയൊക്കെ വേദന അറിയുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഹാർട്ടിന്റെ അറ്റാക്ക് വരുമ്പോൾ വേദന അറിയല, പിന്നെ ചെറിയ രക്തക്കൊഴലുകളായിരിക്കും. അപ്പം ശരിക്കും കാർഡിയോ മയോപ്പതി ആയിട്ടും മാറാം. ശരിക്കും ഫസ്റ്റ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തത് ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിനായിരുന്നു. ഡയബറ്റീസ് കാരണം വന്ന് ഹാർട്ട് ഫെയിലിയർ വന്ന പേഷ്യൻ്റ് മിക്കവാറും 2 കാര്യങ്ങൾക്കാണ് മിക്കവാറും ചെയ്യേണ്ടി വരുന്നത്. ഒന്ന്, ഈ ബ്ലോക്കൊക്കെ വന്ന് പിന്നെ സ്റ്റെൻറ്റ് ഇടാനും ബൈപ്പാസ് ഒന്നും ചെയ്തിട്ട് പറ്റാത്തവർ. പിന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ മയോപ്പതി വരും. അതിലും ഡയബറ്റീസ് ഉള്ളവർക്ക് ഓട്ടോ ഇമ്മ്യൂൺ മയോപ്പതിയും വരും, കാർഡിയോ മയോപ്പതിയും വരും. അതുപോലെ തന്നെ ഈ സൈലന്റ് അറ്റാക്കുകൾ വന്നിട്ട് മൾട്ടിപ്പിൾ ഹാർട്ട് വീർത്ത് വരുന്നത് പോലെയുള്ള, അതാണ് ഈ പറയുമല്ലോ നമ്മുടെ ഇജക്ഷൻ ഹാർട്ടിന്റെ ഫങ്ഷൻ 30% ഉള്ളൂ, പമ്പിങ് 30% ഉള്ളൂ എന്നൊക്കെ. അത് മയോപ്പതിയാണ്, കാർഡിയോ മയോപ്പതിയാണ്. ഇതിനൊക്കെ കാരണം ഡയബറ്റീസ് തന്നെയാണ്. അപ്പം അതിൻ്റെ കൂടെ പ്രഷറും കൂടെ ഉണ്ടെങ്കിൽ ഹാർട്ടിന്റെ വർക്ക് ലോഡ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം പല രീതിയിൽ ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഒരെണ്ണത്തിന് നമ്മൾക്ക് ഇപ്പം ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ ഷുഗർ കൺട്രോൾ മാത്രം മതി, അവരുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും കറക്ഷൻ കിട്ടും എന്നുള്ളതാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇൻസുലിൻ കൊണ്ട് അളവ് കൂടുന്നത് കൊണ്ട് ഈ പല കോംപ്ലിക്കേഷൻസും വരുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ ഇൻസുലിൻ്റെ അളവ് കൂടുമ്പോൾ അത് എങ്ങനെയാണ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക? ഇൻസുലിൻ്റെ അളവ് മാനേജ് ചെയ്യാൻ മരുന്നില്ല. അതുകൊണ്ട് ഡോക്ടറിനോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇൻസുലിൻ ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാനില്ല, അവനവനും ചെയ്യാം. പക്ഷെ ഷുഗർ നമ്മളുടെ എക്സസൈസ് ചെയ്യുക, ഷുഗർ കൺട്രോൾ ചെയ്യുക. ഷുഗർ കൺട്രോൾ ചെയ്യുമ്പോൾ നാച്ചുറലി നമ്മൾ ഭക്ഷണം എടുത്ത് ചോറെടുത്ത് കഴിച്ചാലല്ലേ അതിന് ഗ്ലൂക്കോസ് ആക്കി ബോഡിയിലേക്ക് വരുള്ളൂ. അല്ലെ മധുരം എല്ലാവരുടെയും വിചാരം മധുരം കഴിക്കുന്നില്ല, ഞാനൊരു മധുരവും കഴിക്കുന്നില്ല, എൻ്റെ ഷുഗർ എന്നാലും കൂടുമെന്ന് പറയും. നമ്മുടെ സസ്യാഹാരത്തിലെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ് ഉള്ളത്. മെയിൻലി കുറച്ച് വൈറ്റമിൻസും മിനറൽസും കുറച്ച് ഫാറ്റും ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഈ നട്ട്സിലൊക്കെ നട്ട്സിലും ഓയിലും ഉണ്ടാവും. പക്ഷെ അല്ലാത്ത നമ്മളുടെ അരി, ഗോതമ്പ്, സീരിയൽസ് എല്ലാത്തിലും, ഈവൻ പയറുവർഗ്ഗങ്ങളിൽ, റൂട്ട്സ്, ഇതിലെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ് വരുന്നത്. അതിനെ ഡൈജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതെല്ലാം ഗ്ലൂക്കോസ് ആയിട്ടാണ് മാറുന്നത്. ഈവൻ ഡയബറ്റിക് പേഷ്യൻസ് സലാഡ് കഴിച്ചിട്ട് നോക്കിയാലും അറിയാം ഷുഗർ കൂടുന്നത് നമുക്ക് കാണാം. ഇവൻ എല്ലാവരും കരുതുന്നത് കുക്കുംബർ വെരി ഹെൽത്തി ആണെന്നും പറഞ്ഞ് ഡയബറ്റീസുകാർക്ക് എത്ര വേണേൽ കഴിക്കാമെന്നും പറഞ്ഞ് കഴിക്കുന്ന കാണാറുണ്ട്. പക്ഷെ കുക്കുംബർ കഴിച്ചിട്ടും അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഓരോരുത്തരുടെയും ലെവൽ അനുസരിച്ചിരിക്കും. കൺട്രോൾ ഇല്ലാത്ത ഡയബറ്റീസുകാർക്ക് കുക്കുംബർ കഴിച്ചാൽ പോലും ഷുഗർ ഷൂട്ടപ്പ് ചെയ്യും. അപ്പോൾ ഇവന് ഒരു പ്ലാന്റിന് എടുത്ത് കഴിച്ചാൽ മതിയാവും ഷുഗർ ഷൂട്ടപ്പ് ചെയ്യാൻ. അപ്പം അതാണ് കാരണം അത്ര അവരുടെ ഇൻസുലിനെ വർക്ക് ചെയ്യുന്നില്ല, അവർക്ക് ഷുഗറിൻ്റെ ആവശ്യമില്ല, അപ്പം കാർബോഹൈഡ്രേറ്റിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ബ്ലഡിൽ ഇത്രയും കാർബോഹൈഡ്രേറ്റ് നിൽക്കും, പിന്നെ എന്തിനാ പിന്നെ അതെടുത്ത് കഴിക്കുന്നത്? അതിൻ്റെ കഴിച്ച് പിന്നെ ഷുഗർ കൂട്ടുന്നത്. അപ്പം അത് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെയും കാലറിൻ്റെയും കുറച്ച് കഴിഞ്ഞാൽ നാച്ചുറലി തന്നെ ഇൻസുലിൻ ലെവലും കുറഞ്ഞു വരും. ഞാൻ പറയുന്നത് ഇതിപ്പം നിങ്ങൾ മറ്റുള്ളൊരു ഡോക്ടേഴ്സിനോടോ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനോടോ ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കുകയല്ല പറയുന്നത്. ഇതിപ്പം ഞാൻ എൻ്റെ രീതിയിൽ ലൈഫ് സ്റ്റൈൽ കറക്റ്റ്, ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, അത് സയൻറ്റിഫിക് ആയിട്ട് മനസ്സിലാക്കി ഓവർ ദ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ഇത് ഞാനീ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ ബേസൊക്കെ നമുക്ക് സയൻസ് ഇതിലൊക്കെ നോക്കിയാൽ കിട്ടും. പക്ഷെ നിങ്ങൾ ഒരു മേജർ ഹോസ്പിറ്റലിൻ്റെ വെബ്സൈറ്റോ ഇതൊന്നും എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ട്രീറ്റ്മെൻറ്റ് ലെവല് നമ്മൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് എല്ലായിടത്തും ഒന്നും തന്നെ ആയിരിക്കും വരുന്നത്. എല്ലാത്തിൻ്റെയും മുകളിൽ എഴുതിയിട്ടുണ്ടായിരിക്കും ഫുഡ് ആൻഡ് എക്സസൈസ് ആൻഡ് മേജർ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന്. പക്ഷെ ആർക്കും തന്നെ അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത് അച്ചീവ് ചെയ്യണമെങ്കിൽ പേഷ്യൻ്റ് വിചാരിക്കണം, ഡോക്ടറോ ഹോസ്പിറ്റലോ വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്ന, മോഡേൺ മെഡിസിൻ എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുന്ന, അതിൻ്റെ ഇൻസുലിൻ ഏതാണ് എടുക്കേണ്ടത്, ഏത് മരുന്നാണ് എടുക്കേണ്ടത് എന്ന് ചോദിക്കാനാണ്. അപ്പം അവർ ആ രീതിയിലേ ഉള്ളൂ. പിന്നെ കൂടി വന്ന ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്തോട്ടും വിടും.
അപ്പോൾ ഇൻസുലിൻ എടുക്കുന്നതും ഡയബറ്റീസിന് മരുന്ന് എടുക്കുന്നവർക്കും കാർബോഹൈഡ്രേറ്റ് ഒന്നും ഒഴിവാക്കിക്കൊണ്ട് ഒരു ഡയറ്റ് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അവർക്ക് അവരുടെ സ്റ്റാൻഡേർഡ് ഡയറ്റുകളും 2 ചപ്പാത്തി 2 ഇഡ്ഡലി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഡയറ്റ് ആയിരിക്കും, കുറച്ച് സലാഡ് ഇതൊക്കെ പറഞ്ഞുള്ള ഒരു ഡയറ്റ് ആയിരിക്കും. ആ രീതിയിൽ അല്ല ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് വരുമ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ആ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വെരി സ്പെസിഫിക് ആയിട്ട് പേഷ്യൻ്റ് തന്നെ ഷുഗർ മോണിറ്റർ ചെയ്തുകൊണ്ട്, ഇൻസുലിൻ മോണിറ്റർ ചെയ്തുകൊണ്ട്, ഓൾ ബ്ലഡ് പാരാമീറ്റേഴ്സ് മോണിറ്റർ ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുകയുള്ളൂ. ഈ ഡയബറ്റീസിന്റെ ട്രീറ്റ്മെന്റ്, പ്രത്യേകിച്ച് ഇൻസുലിൻ വെച്ചുള്ള ട്രീറ്റ്മെന്റിൽ ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ടി കാണുന്നത് പലർക്കും ഈ വിശപ്പാണ്. വിശപ്പിന്റെ ഒരു കാര്യം സഹിക്കാൻ പറ്റാത്ത സ്റ്റേജസ് ഇങ്ങനെ വരും. അപ്പം അതിനായിട്ട് ശരിക്കും പറഞ്ഞാൽ പറയുന്നത് കഴിക്കുകയാണെങ്കിൽ ഇൻസുലിൻ എടുക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പം അതിന് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ? ഡയബറ്റീസിന്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടും, ഇൻസുലിൻ എടുക്കും. ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ, അതിൻ്റെ ഒരു പീക്ക് ടൈം ഉണ്ട്, 4 hours 6 hours 2 hours, അത് ഓരോ ഷോർട്ട് ആക്ടിങ് അൾട്രാ ഷോർട്ട് ആക്ടിങ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഇൻസുലിൻ്റെ. അപ്പം അത് തീർന്നു കഴിയുമ്പോഴേക്കും അതിൻ്റെ ക്ഷീണം വരും, അപ്പം വിറയൽ വരും. അപ്പം ഈ പേഷ്യൻ്റ് പിന്നെ എടുത്ത് കഴിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ആണോ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ഇൻസുലിൻ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒരു പ്രശ്നമില്ല. ആദ്യത്തെ 1-2 ദിവസമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ഇതിൽ തന്നെ ആണെങ്കിലും ലോ കാലറി ഡയറ്റ് 5 times 3 times അല്ല 5 times കഴിക്കാനാണ് കൊടുക്കുന്നത്. അപ്പം പേഷ്യൻ്റ് അത് കറക്റ്റായിട്ട് ഈ അല്ലാത്ത ഫുഡ് ലോ കാലറി ഡയറ്റ് 5 or 6 times കഴിക്കാമെന്നാണ്. അവർക്കൊരു വിശപ്പൊന്നും ഒരു വിഷയമല്ല, ആകെ കൊതി മാത്രമേ ഒരു വിഷയമാകാറുള്ളൂ. അതായത് ബാക്കിയുള്ളവരെല്ലാം ചുറ്റും ഇരുന്ന് അപ്പം പുട്ടും ഒക്കെ കഴിക്കുന്ന കാണുമ്പോൾ അത് കഴിക്കണമെന്നുള്ള തോന്നൽ വരുന്നു എന്നുള്ള ഒരു പ്രശ്നമല്ലാതെ ആർക്കും ഒരു പ്രോബ്ലം വരികയില്ല. അതിനാണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഇഷ്ടമുള്ളത് കഴിക്കാനും, നമ്മൾ ആ ഒരു ക്രേവിങ് തീർക്കാനായിട്ട് അതിനന്നേരം അത് ആ സമയത്ത് മാത്രം മെഡിസിൻ എടുത്തുകൊണ്ട് അത് ശരീരത്തിലേക്ക് കയറി പിടിക്കുന്ന പോലെയല്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, യൂറിനിൽ കൂടെ പോകാനുള്ള മെഡിസിൻസും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ കുറയ്ക്കാനുള്ള മരുന്നും എടുത്തിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ക്രേവിങ്ങിന്, അതായത് നമുക്ക് ഫുഡിനോടുള്ള ഒരു ആർത്തി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ആർത്തിയും ആഗ്രഹവും ഒക്കെ പറയാം. അപ്പം അത് ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കാം. എല്ലാ ദിവസവും അതുപോലെ തന്നെ നമുക്ക് കാലറി അധികം ഇല്ലാത്ത, ഇപ്പം നോൺ വെജ് ഒക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ ഫിഷോ മീറ്റോ പോലെയുള്ളത് കഴിക്കാം, അതിനകത്ത് കാർബ് അധികം വരുന്നില്ല. അപ്പം അങ്ങനെ ഓരോരുത്തരുടെ, ഇപ്പം വെജിറ്റേറിയൻസിനോ വെഗാൻസിനോ ആണ് അതനുസരിച്ച് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ് അല്ലാത്ത ഫുഡും നമുക്ക് കഴിക്കാം. അപ്പം ന്യൂട്രീഷൻ എല്ലാം എത്തുന്നുണ്ട്. ന്യൂട്രീഷൻ വരാത്തത് കൊണ്ടാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത്. അതായത് ഈ ഷുഗറിനെ പ്രോസസ്സ് ചെയ്യാനും ഫാറ്റിനെ പ്രോസസ്സ് ചെയ്യാനും പറ്റണമെങ്കിൽ ന്യൂട്രീഷൻ വേണം. ഇതോടുകൂടി നമ്മൾ ഈ 3-ാം ഭാഗം അവസാനിക്കുകയായി. ഈ 3rd പാർട്ടിൽ നമ്മൾ കണ്ടത് ഡയബറ്റീസും ഇൻസുലിനും അതിൻ്റെ ഒപ്പം വരുന്ന കോംപ്ലിക്കേഷൻസ്, കോമോർബിഡിറ്റീസ്, പിന്നെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വഴി ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതൊക്കെയാണ്. ഇത് കൂടാതെ ഈ ഇൻസുലിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് ഡയബറ്റിക് ട്രീറ്റ്മെൻറ്റിൽ എന്നുള്ളതും കൂടിയാണ്. അടുത്ത പാർട്ടിൽ നമ്മൾ കാണുന്നത് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഏത് രീതിയിലാണ് ഈ കാര്യങ്ങളിൽ യൂസ്ഫുൾ ആവുന്നത് എന്നുള്ളതാണ്. താങ്ക് യു.